ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈൻക്രാഫ്റ്റിൻ്റെ ലെറ്റ്സ് പ്ലേൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, നേരെ വീട്ടിലേക്ക് എടുക്കാം. അപ്പോൾ നമുക്കിന്ന് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. പരിപാടി എന്ന് വെച്ചാൽ മൈനിങ് ഏരിയയിൽ കുറച്ച് മൈൻ ചെയ്യാൻ അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. ഇന്ന് നമുക്ക് എന്തായാലും ഒരു അയൺ ആർമർ ടൂൾസ് അത് സെറ്റ് ചെയ്യണം. അതിന് കുറച്ച് മൈനിങ്ങിന് പോകണം. പിന്നെ വീടിനുള്ള റീസോഴ്സൊക്കെ അതൊക്കെ ഞാൻ ഓഫ് ക്യാമറ അങ്ങ് സെറ്റ് ചെയ്യും. ഇനി അടുത്ത എപ്പിസോഡിലേക്ക് നമ്മളുടെ ഒരു കൊട്ടാരം പണിയാൻ പോകുന്നത്. കൊട്ടാരത്തിൽ ചെറിയൊരു വീട് അത്രയ്ക്ക് മതി, ഓവർ ഹൈപ്പ് വേണ്ട, പൊട്ടിപ്പോവും. അപ്പോൾ നമുക്ക് നേരെ കുറച്ച് മൈൻഡ് ചെയ്യാം. വായിലടിച്ചാട്ടെ. ഇനി നിങ്ങൾ മൈൻഡ് ചെയ്യുന്നതിൻ്റെ ടൈം ഡ്രോപ്സ് ഉണ്ടോ? അതെ എത്ര വട്ടം ചത്ത് എന്ന് എനിക്കറിയില്ല. അത്രയും വട്ടം ചത്ത്, ഒരു 5-6 വട്ടം ചത്തുണ്ടാവും. പിന്നെ സാധനങ്ങളൊക്കെ പോയി പിന്നെയും പുതിയ ഒരു ഇത്. ഞാൻ വിചാരിച്ചു ഇനിയാണ് മൈൻഡ് ചെയ്യണമെന്നാ. പിന്നെ ക്രീപ്പർ എവിടെ പോയാലും മൈൻക്രാഫ്റ്റിന് ചതിക്കുകയാണ് ഗൈസ്. ഇന്ന് നമുക്ക് അയൺ ആർമർ ടൂൾസ് ഉണ്ടാക്കാനാകുമെന്ന് നമുക്ക് തീരെ ഉറപ്പില്ല. ഒരു 100ൽ ഒരു 10% മാത്രമേ എനിക്കൊരുള്ളൂ. എന്തായാലും നമ്മൾ തോറ്റു കൊടുക്കില്ല. അതാണ് നെവർ ട്രൈ നെവർ ഫെയിൽ, ബട്ട് ഫെയിലർ ക്യാൻ വിന്ന്. അതാണ് ഇത്. അതൊക്കെ അത്രയേ ഉള്ളൂ. എന്തായാലും നമ്മൾ ട്രൈ ചെയ്യുന്നതാണ്. നമുക്ക് മൈൻഡ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അടുത്ത കുറേ മൈൻഡ് ചെയ്ത് ആടെ ഒരു വെള്ളത്തിലേക്ക് എത്തി. നിങ്ങൾ ടൈം ലാപ്സ് കണ്ടേരം കണ്ടിട്ടുണ്ടാവും, പക്ഷേ ക്ലിയർ ആയിട്ട് കണ്ടിട്ടുണ്ടാവില്ല. ഒരു വെള്ളമുള്ള സ്ഥലത്തേക്ക് എത്തി. ആടെ നിന്ന് ഞാൻ മറ്റേ കണ്ടേരം അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴേക്കും ഓക്സിജൻ തീർന്ന് അങ്ങനെ കത്ത്. അതേമാതിരി പിന്നെ സാധനം എടുക്കാൻ പോകും, പിന്നെ കത്ത്. അങ്ങനെ തന്നെ ഞാൻ ചത്തോണില്ല. ലാസ്റ്റ് എന്ത് കുറച്ച് സാധനം എടുത്ത് ഞാൻ എല്ലാം പോകുന്നേച്ച് മതിയായി. കുറേ കോബിൾസ്റ്റോൺ വെച്ചാൽ കുറേ കോബിൾസ്റ്റോൺ, എനിക്കൊരു 5 സ്റ്റേക്കൊക്കെ കോബിൾസ്റ്റോൺ പോയി. എന്നാലും സാറില്ല. ഇനി നമുക്ക് ഞാൻ സ്പോണായ സ്ഥലത്ത് തന്നെ ഒരു വലിയൊരു കേവ് ഉണ്ട്, അതൊന്ന് നോക്കണം. ഞാടെ പക്ഷെ അത് വലിയ കേവാണ്, അതാണ് സീന്. എന്തായാലും നമുക്ക് എന്തായാലും ഒപ്പിക്കണമെന്ന്. നമ്മളൊരു വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആക്കിയിരിക്കും. അതൊക്കെ അത്രയേ ഉള്ളൂ. എന്തായാലും നമ്മളെ കഷ്ടപ്പാടിന് എന്തായാലും ഫലം ഉണ്ടാവും. എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ ഏടാനത് ഇവിടെ അല്ല അതിന് ആണെന്ന് തോന്നുന്നു. അതെ ഇതന്നെ ഞാൻ മറ്റേ ഇൻട്രോ എടുത്ത് എനിക്ക് ഓർമ്മ. ഇവിടെ അല്ലേ, ഇവിടെ തന്നെയാണ്. അയ്യേ, ഞാൻ ആടെ പോയി ഇങ്ങോട്ട് തിരിയുമ്പോഴേക്ക് നേരെ താഴോട്ട് അപ്പത്തെ ചായം ചെയ്തത്. പക്ഷെ അതെന്താ എന്നാലായി ഞാൻ കറക്റ്റ് കണ്ടില്ലല്ലോ. ഞാൻ ശ്രദ്ധിച്ച് നോക്കുമ്പോഴേക്ക് തന്നെ ഞാൻ പിന്നെ ഇതൊക്കെ നോക്കിയിട്ടാണല്ലോ പോയേ. പിന്നെ ചത്ത്. ഇതെനിക്ക് ഒന്ന് ഈ വീഡിയോയിൽ ഞാനൊരു 10ാമത്തെ വട്ടമാണ് ചാന്ന്. എന്തായാലും ഇന്നത്തെ മൈൻക്രാഫ്റ്റ് തേച്ച് ഒട്ടിച്ച് പെരക്കുകയാണല്ലോ. മുജാങ്ങാരും ഞാൻ പിടിച്ച് ശരിയാക്കിയാണ്. എന്തായാലും ചാവാണ്ട് നോക്കാം. ഇതാ ഇതിലൂടെയാണ് ഞാൻ പോയത്. ഈ സ്ഥലത്തൂടെ പിന്നെ നമ്മൾ അഭിമാനത്തോടെ പറയുന്നു ചത്തുകൊണ്ട്. എന്താ ചെയ്യുക, ഇന്നത്തെ ദിവസം തീരെ ശരിയില്ല. തീരെ മുജാങ്ങിൽ ഇങ്ങനെ ഞാൻ റിയൽ ലൈഫിലും ഇങ്ങനെയല്ല, പക്ഷേ റിയൽ ലൈഫിൽ ഭാഗ്യമുണ്ട്, പക്ഷേ ഗെയിമിൽ തീരെ ഭാഗ്യമില്ല ഗൈസ്. ഞാനെന്ത് ചെയ്യും? എന്തായാലും നമ്മൾ അയണ് കിട്ടിയിട്ട് നമ്മൾ അടങ്ങും. അത് എത്ര കത്താലും വേണ്ടിയില്ല, നമ്മൾ അയണ് മൈൻഡ് ചെയ്തിട്ടേ ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുക. അത്രയുണ്ട്. ഇത് ഞാൻ എന്തായാലും അയൺ കിട്ടുന്ന നേരെ ഇതാക്കും. പക്ഷേ വഴി തെറ്റിപ്പോയല്ലോ. നമ്മളങ്ങനെ വീണ്ടും തേഞ്ഞ് വഴി ചെറുങ്ങനെ തെറ്റിപ്പോയി, സൈഡോട്ടങ്ങായി. പിന്നെ ഇങ്ങോട്ട് കുറച്ച് പോകണം. ഇവിടേക്ക് എന്നാ തോന്നുന്നു. എന്തായാലും പോയി നോക്കാം. എല്ലാ സ്ഥലത്തും സാധനം ഡീസ്പോൺ ആവില്ലേക്കും. പക്ഷേ അതിന് വലിയ സാധനമൊന്നുമില്ല. എന്നാലും കുറച്ച് സോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റോണൊക്കെ അല്ലേ പോകുന്നത്. അവിടെ തന്നെ ഈ കാലമാടൻ കേവ് മതിയായി. മറ്റേത് വെള്ളത്തിൽ, ഇത് ആകാശത്തിൽ. എന്തായാലും മെല്ലെ നോക്കിപ്പോവും. മെല്ലെ ഒന്നാമത് ഈ ക്രൗച്ചിൻ്റെ വല്ലാത്ത തന്നെ പെട്ടേ. നമ്മൾ കുറച്ച് പാർക്കോർ ചെയ്യാം. പാർക്കോർ അവസാനം കൊളാവില്ലായിരിക്കും. എന്തായാലും കുറച്ച് ബ്ലോക്ക് എടുക്കാം ഇവിടുന്ന്. മെല്ലെ സമാധാനമായി. മെല്ലെ വെള്ളത്തിലേക്ക് ചാടാം. ഇങ്ങനെ ചാടിയാൽ നേരത്താ.
സംഭവം ഞാൻ ചാടിയല്ലേ, ഞാൻ കണ്ടില്ലേ അതിൻ്റെ ആ ബ്ലോക്ക് കൊണ്ട്. അങ്ങനെ നേരെ അങ്ങ് പോയി പിന്നെയും വീണ് ഞാൻ 2 വട്ടം ഇവിടെ വീണ് കത്ത്. 3-ാമത്തെ വട്ടം ചാകാൻ പറ്റിയില്ല. ഒക്കെ അത്രയേ ഉള്ളൂ. അവസാനം ഇനി എന്തായാലും ഇവിടെ അയണൊക്കെ കാണുന്നുണ്ട്. ഇനി അയണൊക്കെ മൈൻഡ് ചെയ്തിട്ട് നമ്മൾ പോകുന്നു. ആ മേലെ അല്ല താഴല്ലേ അയണ്, ശ്രദ്ധിച്ചില്ല. താഴെ ഇറങ്ങി മെയിൻ ചെയ്യണോ? എന്തായാലും അയണ് കിട്ടിയാലിപ്പോൾ എത്ര അയൺ വേണോ ഈ മറ്റേ ആർമറും ടൂൾസൊക്കെ ഉണ്ടാക്കാൻ? എത്ര 40 45 46 ടൺ 46 എണ്ണറ്റ വേണ്ടേ? വേണമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് മേലെ പോയി എടുക്കല്ലേ, ആദ്യം ആണ് മേലെ പോയി എടുക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ മേലോട്ട് ബ്ലോക്കും ഇല്ല. ഇനിയിപ്പോൾ എന്താക്കും? ഒന്നായി രാത്രി ആവാനാകുന്നുണ്ട്, ഉച്ചയായി തോന്നുന്നു. എന്താക്കും തൽക്കാലം എടുത്തങ്ങ് ചാടിയാലോ താഴോട്ട്? താഴെ എടുത്തിട്ട് വരുന്നതാണോ നല്ല ബുദ്ധി? അതാണോ ബുദ്ധി? അതന്നെ നല്ല തോന്നും. നമ്മൾ ചാടി ഇവിടുന്ന് ബ്ലോക്ക് ഇപ്പോൾ ഏത് കാട്ട് നോക്കാം. അല്ലാ, അത് ഞാൻ വെള്ളത്തിൽ മെല്ലെ അങ്ങോട്ട് ഇറങ്ങാൻ നോക്കിയിരുന്നു. വെള്ളം ഭയങ്കര ഇതാണ്. എന്തായാലും നമ്മൾ മൈൻഡ് ചെയ്ത് കുറേ ആണ് കിട്ടി നമുക്ക്. അതാണ് നിങ്ങൾ കാണുന്നത്. ഞാനിവിടെ നിന്നൊക്കെ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ബ്ലോക്കൊക്കെ വെച്ച് ഞാൻ വിചാരിച്ച് താഴെ പോയിന്നാ. എന്നാലും എങ്ങനെയൊക്കെ കുറച്ച് അയൺ കിട്ടി. ഇപ്പോൾ എത്ര 10-20 കിട്ടി. ഇപ്പോൾ താഴെ നല്ലോണം ഉണ്ട്, ഡീപ്പ് സ്ലേറ്റ് ലെവലിൽ. അതൊക്കെ കുറേയൊക്കെ മൈൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ അത് സ്പീഡിലിടാൻ കാരണം എന്താ വെച്ചാൽ ഇതൊന്നായിട്ട് ലെങ്ത്തായിപ്പോൾ അത്രയുണ്ട്. ഞാൻ എഡിറ്റ് ചെയ്യാൻ വെച്ചാൽ നോക്കുമ്പോൾ 35 മിനിറ്റ് വീഡിയോ ഉണ്ട്. അത്രയൊക്കെ വെച്ചാൽ അത്രയൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ മേലെത്തി ഗൈസ്. ഇനിയിപ്പം ഇവിടുന്ന് അങ്ങോട്ട് കയറണ്ടേ? ചാട വെള്ളം നിറച്ച്, അതാണ് സീന്. അപ്പം നമ്മൾ രാത്രിയാക്കി. അതുകൊണ്ട് മറ്റേ മാക്കാച്ചികൾ ഇറങ്ങും. കൊക്കാച്ചി എന്തായാലും വേണ്ടിയില്ല, കൊക്കാച്ചി ആയാലും വേണ്ടിയില്ല, നമുക്കൊരു പേടിയില്ല. കാരണം നമ്മൾ ഇതിനേക്കാൾ വലുത് കണ്ടാണ് ഇപ്പോൾ ഇറങ്ങിയത്. 10-15 വട്ടം ചത്ത്, എന്നാലും ഇപ്പോൾ ചാകാൻ പോകുന്നില്ല. കൊല്ലല്ലേ പറഞ്ഞ വാക്ക് പാലിക്കണമെങ്കിൽ. ഇല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഇഞ്ഞ പുരയിലൊന്നടിക്കും. മെല്ലെ ഓടട്ടെ. ഇനിയിപ്പോൾ വാക്കെറ്റാൻ പാലിക്കാണ്ട് പോയാൽ എല്ലാവരും വന്ന് പുരയിലൊന്നടിച്ചാലോ? അത് ശരിയാണ്. എന്തായാലും ക്രീപ്പർ എല്ലാ കുടുംബമുണ്ട്. ചത്തില്ല. 4 ഹാർട്ട് കുറഞ്ഞു. എന്തായാലും നമ്മളെ സ്ഥലം എവിടെയാണ്? സ്ഥലം എന്നറിയാം എന്ത്, ഒരു ബെഡ്, 2 ചെസ്റ്റ്, 2 ഫർണസ്, അതാണ് നമ്മളെ സ്ഥലം. അവിടെ തന്നെ. ഭാഗ്യം. ക്രീപ്പർ ഞാൻ കറക്റ്റ് കണ്ടില്ല. ഇപ്പം അതിൻ്റെ അണ്ണാക്കിൽ ഇപ്പോൾ കയറി ഞാൻ ചാകുന്നു, എനിക്ക് ഉറപ്പാണ്. പക്ഷേ ഞാൻ കറക്റ്റ് ആയി ഇത് കണ്ട് കയറി. എന്തായാലും നമുക്ക് മൈനിങ് ഏരിയ പോയിട്ട് ഒളിക്കാതാക്കി നന്നാകാം. ഞാൻ ഡേറ്റ് നമ്മളെ ഇവിടുന്ന് ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് പറഞ്ഞില്ല. ഇന്നത്തെ ലൈക്ക് ടാർഗറ്റും 10ആണ്. അപ്പോൾ നിങ്ങൾ ലൈക്കിൻ്റെ ബട്ടൺ അടിച്ചമർത്തി പൊട്ടിക്കുക. സോംബി ഇവൻ്റെ തലമുറ അടിച്ചിട്ട് ബാക്കി പറയാം. നിങ്ങൾ മൈൻക്രാഫ്റ്റ് കളിക്കലുണ്ടോ ഇല്ലയെന്ന് മറ്റേ കമൻറ്റ് ചെയ്യുക. പിന്നെ മൈൻക്രാഫ്റ്റിൻ്റെ എന്തൊക്കെ ഇതാണ് ഐഡിയ, ഈ വേൾഡിൽ എന്തൊക്കെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അങ്ങനെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഓരോ ഐഡിയ കമൻറ്റ് ചെയ്യുക. ഞാനിത് കഴിയുന്നത് ഇതാക്കാൻ പോകുന്നതായിരിക്കും. എന്തായാലും നമ്മൾ കിടന്നിക്ക് ഇനി ആവൂല. മറ്റേ ചാത്തന്മാർ കാണാതാ അടിക്കുന്നത്. ആരായി? മണ്ണാച്ചനാണോ? മണ്ണാച്ചൻ തന്നെ, അതന്നെ മണ്ണാച്ചനായി. ഗെയിം ഒഴിവാക്കണം, ഭയങ്കര അലമ്പാ. രാത്രി ആക്കുമ്പോൾ നമ്മൾ ബ്ലോക്കിട്ട് മേലെ കയറിന്നാലും ഇങ്ങനെ ഏഞ്ഞ് വരുമല്ലോ. സ്കെൽട്ടാ എന്നാ അതൊക്കെ അത്രയേ ഉള്ളൂ. സ്കെൽട്ടനല്ല, ഇവൻ്റെ മൂത്തച്ഛൻ വന്നാലും വേണ്ടിയിട്ട് മൂത്തച്ഛന് തലയിട്ട് നമ്മൾ അങ്ങോട്ട് വരും. അതൊക്കെ അത്രയേ ഉള്ളൂ. ഇപ്പോൾ 10-15 വട്ടം ഞാൻ ചത്ത്. അതൊക്കെ എണ്ണം വെച്ച് നമ്മൾ ചാവുന്നൊക്കെ. ഏത് മൂഡ്? പൊളി മൂഡ്, ചാവൽ മൂഡ് തന്നെ. അതൊക്കെ അത്രയേ ഉള്ളൂ. ക്രാഫ്റ്റിൽ ഞാൻ ഇത്രയും കാലം കളിച്ചതിന് ശേഷം ഏറ്റവും ചത്ത ഈ സീരീസിലായിരിക്കും. 36 അയാണ് കിട്ടിയില്ലേ. എന്നാലും നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇത് കുക്കാവണ്ടേ? അത്ര നേരം ഇങ്ങോട്ട് താഴെ അയണായി സ്മെൽറ്റ് ചെയ്യാൻ
പക്ഷേ കുറേ സമയം വേണം. ഇപ്പോൾ നമുക്ക് ഇൻവെൻട്രി ഒക്കെ ഒന്നായിട്ട് ക്ലീൻ ചെയ്യാം. കുറേ എന്താ ചവറ് അത് ഇതൊക്കെ ഉണ്ട്, കുറേ വേസ്റ്റ്. ഇതൊക്കെ മോബിൽ നിന്ന് കിട്ടുന്ന ഈ മോബിന് ഇതൊക്കെ കിട്ടിയത് എന്താ കാര്യമോ? മറ്റേ സ്ട്രിങ്ങൊന്നും കുഴപ്പമില്ല, സ്ട്രിങ് പിന്നെ വൂളാക്കാം. സ്കെൽട്ടനായിട്ട് ആ ഇതില്ലേ എന്താ എല്ലും കഷ്ണമാക്കുക, മറ്റേ ഇതാക്കാം, ബോൺ മീലൊക്കെ ആക്കാം. പക്ഷേ ഇതിനെ കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല, മറ്റേ ഈ റോട്ടൺ ഫ്ലഷിനെ കൊണ്ട്. അല്ലാണ്ട് അത് വേറെ എന്തോ ഉണ്ടല്ലോ, അത് വേറെ എന്തോ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കണം. പിന്നെ നമ്മളെ വേൾഡ് കുറേ ഫാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാണ്ട്. അപ്പോൾ നമുക്ക് ഇതെന്തായി കുക്ക് ചെയ്തിട്ട് കാണാം. നമ്മളെ കഷ്ടപ്പാടിന് ഫലം കണ്ട് 36 നമ്മളങ്ങനെ കുക്കാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് മറ്റേ ഇത് ആർമർ ഉണ്ടാക്കാം, അതാണ് വേണ്ടി. ആർമർ ഫസ്റ്റ് തന്നെ ഒരു ചെസ്റ്റ് പ്ലേറ്റ്, ഒരു ലെഗിൻസ്, ഒരു ബൂട്ട്, ഒരു ഹെൽമെറ്റ്, അതൊക്കെ അത്രയേ ഉള്ളൂ. ഇനി ഇത് ഇട്ടിട്ടൊരു മാസമുണ്ട്. ആഹാ, നമുക്ക് സ്കിന്ന് മാറ്റണം. എന്നോട് മറന്നങ്ങ് പോകും. അതായത് നല്ലൊരു സ്കിന്ന് മാറ്റണം, ഒരു നല്ല സ്കിന്ന് വേണം. പിന്നെ ഒരു ഷീൽഡ് ഉണ്ടാക്കണം. പിന്നെ അതാണ്ട് ഒരു ആക്സ്, പിന്നെ ഒരു പിക്ക്, പിന്നെ ഇപ്പം അങ്ങനെയൊന്നും വേണ്ട. കുറച്ച് ഇതുണ്ടാക്കട്ടെ, ഒരു സോഡ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ലതല്ലേ. പിന്നെ ഒരു ഷവൽ വേണമെങ്കിൽ നമുക്ക് അവിടെ നിരപ്പാക്കണ്ടല്ലോ, ഷവൽ വേണ്ടി വരും. ഇനിയിപ്പോൾ ഈ ചവറൊക്കെ എടുത്ത് വെക്കണ്ടേ, അതിനെന്തായാലും ഞാൻ ചെസ്റ്റിൽ വെച്ചിക്ക്. ഇനിയിപ്പോൾ എന്തൊക്കെ ഉണ്ട്, അത് ഇത് വെക്കാം. ഇത് ശരിയായോ? ഫുഡില്ല. ഇതെത്ര ചവറായി? കുറേ ഉണ്ടല്ലോ തൂവൽ. അതൊക്കെ എന്തിനായി? അതൊക്കെ എടുത്ത് എറിയണം. ഇപ്പോൾ തൽക്കാലം അവിടെ നിൽക്കട്ടെ. കുറേ സാധനം ഉണ്ട് അങ്ങനെ അതാക്കാൻ. പിന്നെ ഇപ്പം എന്നുള്ളത് ഇതൊക്കെ കുറച്ച് അങ്ങോട്ട് മാറ്റിയേക്കാം. അല്ലാണ്ട് ആൻഡസൈറ്റ് ഇതിനെ കൊണ്ട് എന്താ വലിയത് ഡെക്കറേഷൻ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നമ്മളങ്ങനെ ഫുള്ള് അയൺ ആർമർ, അയൺ ടൂൾസ് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ആ കോപ്പിച്ചാൻ 2 സ്റ്റേക്ക് ഉണ്ടല്ലേ. ഇനിയുണ്ട് ഇത് ഫുള്ളാക്കണമെങ്കിൽ, എന്നാലേ വീടിൻ്റെ പണി ഏകദേശം തുടങ്ങാനാവും. എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമ്മളെന്തായാലും വീടുണ്ടാക്കിയിരിക്കും, ഉറപ്പാണ്. അടുത്ത എപ്പിസോഡ് നമുക്ക് വീടിൻ്റെ പണിയായിരിക്കും നോക്കാം. ഈ എപ്പിസോഡ് നമ്മളങ്ങനെ സക്സസ്ഫുള്ളി അയൺ ആർമർ, അയൺ ടൂൾസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു ദീർഘമായ പരിശ്രമത്തിന് ശേഷം അയൺ ആർമർ, അയൺ ടൂൾസ് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അത്രയാത്ത കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല അതിനും. അത് മറ്റേ പറ്റിച്ചാണ്, മറ്റേ കേവ് പോയിട്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, പിന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം.